അടുത്ത അധ്യയന വർഷം മുതൽ ഹെൽത്തി കിഡ്സ് എന്ന പേരിൽ പാഠപുസ്തകങ്ങൾ ഒരുക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. കായിക വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി അടുത്ത അധ്യയന വർഷം മുതൽ എല്ലാ വിദ്യാലയങ്ങളിലും ഹെൽത്തി കിഡ്സ് എന്ന പേരിൽ പാഠപുസ്തകങ്ങൾ ഒരുക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി വലപ്പാട് ഗവൺമെന്റ് സ്കൂൾ ഗ്രൗണ്ട് നവീകരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രൈമറി തലത്തിൽ തയ്യാറാക്കുന്ന ഹെൽത്തി കിഡ്സ് പാഠപുസ്തകങ്ങളുടെ പരിശീലനം അവധിക്കാലത്ത് അധ്യാപകർക്ക് നൽകും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കായികരംഗത്തെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരം ലഭ്യമാക്കുന്നതിന് PG കോഴ്സുകൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാലയങ്ങളിൽ കായികം ഒരു ഇനമായി പഠിപ്പിക്കാൻ ആരംഭിക്കേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ കഴിവുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കായിക പ്രവർത്തനം വിപുലമാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അടുത്ത അധ്യയന വർഷം മുതൽ എല്ലാ വിദ്യാലയങ്ങളിലും പ്രൈമറി തലത്തിൽ ഹെൽത്തി കിഡ്സ് എന്ന പേരിൽ പാഠപുസ്തകങ്ങൾ ഇപ്പോൾ വരാൻ പോവുകയാണ്. ഈ അവധിക്കാലത്ത് ഈ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടികൾ അധ്യാപകർക്കായി നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. മറ്റൊരു കാര്യം, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കായികമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭ്യമാക്കുന്നതിന് ഈ മേഖലയിലുള്ള PG കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. അതിൽ സ്പോർട്സ് എഞ്ചിനീയറിംഗ്, സ്പോർട്സ് മാനേജ്മെൻറ്റ് അടക്കമുള്ള 5 കോഴ്സുകളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആരംഭിക്കാൻ തീരുമാനിക്കും. ഇത് പല കോളേജുകളിലും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ ധാരാളം പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ് ചെയ്തിരുന്നുണ്ട്. കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ധാരാളം 49ഓളം സ്റ്റേഡിയങ്ങൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ജില്ലയിലുള്ള IM വിജയൻ്റെ പേരുള്ള ലാലൂർ സ്റ്റേഡിയം, അത് നിർമ്മാണം പൂർത്തീകരിച്ചു വരികയാണ്. ഇതിൽ 1200 കോടി രൂപയാണ് ഗവൺമെൻറ് ഈ പദ്ധതികൾക്കായി ഇപ്പോൾ ചെലവഴിച്ചത്. പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ഏകദേശം 1400 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ പല ഭാഗങ്ങളായി നടന്നു വരികയാണ്. അതൊരു 1400 ചേർക്കുകയാണെങ്കിൽ 2600 കോടി രൂപയുടെ പദ്ധതി പ്രവർത്തനങ്ങൾ കായിക മേഖലയിൽ മാത്രം നടക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഈ സ്റ്റേഡിയം, ഈ കളിക്കളം നിർമ്മിക്കുന്നതിന് വേണ്ടി 50 ലക്ഷം രൂപ കായിക വകുപ്പ് നൽകി. 50 ലക്ഷം രൂപ ബഹുമാനപ്പെട്ട MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് ഉപയോഗിച്ചത്. അങ്ങനെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് നടക്കുന്ന ധാരാളം പദ്ധതികൾ ഇന്നുണ്ട്. ഓരോ MLAമാർ, ഏകദേശം MLAമാർ മാത്രം നിർമ്മിക്കുന്ന 300ഓളം കളിക്കളങ്ങൾ ഓരോ നിയോജക മണ്ഡലത്തിലും പണി പൂർത്തിയായി വരുന്നുണ്ട്. CC മുകുന്ദൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ EPM അഷ്റഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, എറണാകുളം ഡയറക്ടറേറ്റ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ഡെപ്യൂട്ടി ഡയറക്ടർ CS രമേശ്, ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ CR ഷൈൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത്, വാർഡ് മെമ്പർ EP അജയഘോഷ്, AEO KV അമ്പിളി, തളിക്കുളം BPC TV ചിത്രകുമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു.